നിലമ്പൂരിൽ UDF-ന് നിലപാടിന്റെ പിന്തുണ എന്ന് പറയുന്ന അങ്ങ് സ്ഥാനാർത്ഥിയെ ഉദ്ദേശിച്ചു ഈ ആര്യയുടെ ഷൗക്കത്തിനെ കൂടെ വെട്ടാനുള്ള ഒരു നീക്കമാണോ VS ചോയ്സ് സ്ഥാനാർത്ഥിയാവട്ടെ? ആര്യാട് ഷൗക്കത്ത് പറയുന്നത് ആര്യാടന്റെ മകനാ ഉള്ളിപ്പോ സിനിമക്ക് എടുത്ത് നടക്കുന്ന കേട്ടോ. പുതിയ കഴിഞ്ഞ തവണയല്ല, കഴിഞ്ഞ തവണ DCC പ്രസിഡന്റ് പ്രകാശല്ലേ മത്സരിച്ചു. അതിനു മുമ്പ് മനസ്സിലായി. അതിന് ശേഷം പുള്ളി എന്താ സാംസ്കാരിക സംഘടന എന്തൊക്കെയാണ് ആണോ എനിക്കറിയില്ല. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. അല്ല അതപ്പൊ നമുക്ക് ആലോചിക്കാന്ന്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് കാലമായി. സാധാരണ മനുഷ്യരായ കല്യാണത്തിനൊക്കെ കണ്ടുകൂടും. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എവിടെ പാപ്പിട്ടിയുടെ കാണുന്നില്ലല്ലോ. അപ്പൊ പുള്ളി കഥ എഴുതുകയാണെന്ന് പറയും. കഥ എഴുതുന്നതിന് പെട്ടെന്ന് പുറത്തു വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു. നേതാക്കളാണ് എന്നും പറഞ്ഞു. താങ്കൾ ഈ പി ശശിക്കെതിരേക്ക് ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് പി ജയരാജൻ അടക്കമുള്ള പല നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. താങ്കൾ ഈ ഉന്നത ശ്രേണി എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള തന്നെയാണോ? നിങ്ങൾ ഒരാളെ പേര് മാത്രം പറഞ്ഞിട്ട് കൂടിക്കാഴ്ച എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ തൽക്കാലം ജയരാജേട്ടനെയും അത് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെയും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ് എനിക്ക് വേണ്ട. അതുകൊണ്ടൊരു ക്ഷീണം അവർക്കുണ്ടാണ്. എന്റെ ബെനിഫിറ്റ് പോയിക്കോട്ടെ, അവർക്ക് അതുകൊണ്ടൊരു ക്ഷീണം ഉണ്ടാവില്ല. നിങ്ങൾ ഏത് ജയരാജനെയാണോ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത് ആ ജയരാജനെ നിങ്ങൾ കാണും. അല്ല അതിൽ ആകെ കൺഫ്യൂസ്ഡ് ആണ്. എല്ലാരും കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ ആരെയും കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി എന്നെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോ ഞാന് പുള്ളി രാവിലെ സ്റ്റേറ്റ്മെന്റ് നടത്തി, ഞാൻ വൈകിട്ട് പറയുന്നു പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഇവരൊക്കെ എന്നെ കാല് പിടിച്ച് നിങ്ങളിപ്പോ പറയില്ലേ നമുക്ക് നോക്കാം, വിൽ ടേക്ക് കെയർ, നമുക്ക് പാർട്ടിയിൽ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല. എന്നെ കള്ളനാക്കിയിരിക്കണം, ബാക്കിയൊക്കെ സഹിക്കും. ഞാൻ പറഞ്ഞത് മുഴുവൻ അവജ്ഞയോടെ തള്ളുന്നു. പി ശശിയെ പറ്റി, കാട്ടുകളനെ പറ്റിയിട്ട്. അതിനർത്ഥം എന്താ? ഞാൻ അതിന് വലിയ കള്ളനാണല്ലേ? ADGP അജിത് കുമാർ പൊന്നും മോന്, അദ്ദേഹത്തെ കുറിച്ച് എന്തായി പറയുന്നത്? അപ്പൊ അതിൻ്റെയൊക്കെ റിവേഴ്സ് മീനിങ് എന്താ? ഞാനാണ് ഈ പറഞ്ഞ മുഴുവൻ കള്ളൻ. പിന്നെ എനിക്കെന്താ ആകാശം ഭൂമി നോക്കേണ്ട കാര്യമുണ്ടോ? നമ്മളൊരു വളരെ സതുദ്ദേശത്തിൽ ഇറങ്ങിയ ഒരു വിഷയത്തിൽ എന്നെ ഒരൊറ്റ അടിക്ക് അടിച്ചിടാം. പിന്നെ പറഞ്ഞ എന്താണ്, ഗവർണർ കേസ് പറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, മറ്റേ ഫോൺ ചോർത്തൽ അതും വരുന്നുണ്ട്. ഇങ്ങനെ ഭയപ്പെടുത്തൽ ഇപ്പൊ പിടിച്ച് ജയിലിലിട്ടല്ലോ. ഇനിയിപ്പോ ഞാൻ ഇന്നത്തോടു കൂടി എന്താ എല്ലാ പ്രിവിലേജും പോവാണ്. പലരും പറഞ്ഞതാ. ഞാൻ എന്താ പറയാ, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും പ്രൊട്ടക്ഷനും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു പ്രിവിലേജിന്റെ പുറത്തുള്ള ഒരു പ്രൊട്ടക്ഷനും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ 1.5 കോടി മലയോര മേഖലയിലെ ജനങ്ങൾക്ക് എൻ്റെ ഈ രാജി കൊണ്ട് ഈ നിയമസഭയിൽ വരുന്ന ഈ ബില്ല് പിൻവലിക്കപ്പെട്ടാൽ അത് മതി എനിക്ക്. ഞാൻ പറയട്ടെ, എൻ്റെ 45 ഞാൻ 9ാം ക്ലാസ്സിൽ ക്ലാസ് ലീഡറായി 1979 തുടങ്ങിയ പൊതുപ്രവർത്തന. ആ 45 കൊല്ലത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഈ 3 അക്ഷരമായിരുന്നു. ആ 3 അക്ഷരമാണ് ഈ 1.5 കോടി ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അതിൽ എനിക്ക് ഒരു പേടിയില്ല. താങ്കൾ പി ശശി പറഞ്ഞിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൂടെ താങ്കൾ ഒരു ചാവേറായി മാറുകയാണ് ചെയ്തത്. മാത്രമല്ല അത്തരത്തിലുള്ള രാഷ്ട്രീയ താങ്കളുടെ ഈ നവമാധ്യമങ്ങളുടെ മറ്റും വലിയ തോതിലുള്ള CPM-ന് വേണ്ടിയുള്ള അധിക്ഷേപങ്ങൾ താങ്കൾ നടത്തുകയും ചെയ്തു. അപ്പൊ ഇതിലൊക്കെ ഇപ്പൊ ഖേദമുണ്ട്. ഒന്നുകൂടെ ചോദിച്ചാൽ എന്റെ മൈൻഡോടെ താങ്കൾ ഒരു ചാവേർ എന്ന കണക്കാണല്ലോ ശശി എഴുതിക്കുന്ന ടൈപ്പ് ചെയ്ത സാധനം വിളിച്ചു പറഞ്ഞത് പ്രതിഷേധാവിനെതിരെ. അത് മാത്രമല്ല താങ്കൾ CPM-ന് വേണ്ടി ഈ സൈബർ ഹാൻഡിലൂടെ വലിയ തോതിലുള്ള ആക്രമണങ്ങളോ അധിക്ഷേപങ്ങളോ അഴിച്ചുകൂടിയും ഇതിലൊക്കെ ഇപ്പൊ ഖേദമുണ്ടോ?